തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ഉടലിൻ പഞ്ചഭേദം എന്ന കാണ്ഡത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. ഈശ്വരൻ ചമച്ചുള്ളൊരീ ഉടലിനെ പിരിച്ചീടിൽ സൂക്ഷ്മമായി അതിലുള്ളൊരംശത്തെ ഉരച്ചിയിടാം. ശബ്ദവും സ്പർശവും രൂപം രസം ഗന്ധം ബുദ്ധിയും പിന്നെ മാനസം അഹങ്കാരം എന്നിട്ട് സൂക്ഷ്മദേഹം. അപ്പോൾ സ്ഥൂല ശരീരത്തെക്കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത്. അന്നമയ കോശം. ആ അന്നമയ കോശം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ ഉടലിനെ പിരിക്കുമ്പോൾ, ആ പഞ്ചീകരണം നടത്തുമ്പോൾ അതിൻ്റെ സൂക്ഷ്മ അംശങ്ങളെ കാണാം. ഏതൊക്കെ? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ബുദ്ധി, മാനസാഹങ്കാരം എന്നിട്ടും സൂക്ഷ്മദേഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള 8 ഭാഗങ്ങൾ. ഇതാണ് സൂക്ഷ്മദേഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരം. അപ്പം നമ്മൾ നേരത്തെ സഞ്ചികളെ പറഞ്ഞില്ലേ? ബാഹ്യസഞ്ചി അന്നമയ കോശം, അതിൻ്റെ ഉള്ളിൽ പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം, ഇങ്ങനെ നാം കാണുകയുണ്ടായി. അപ്പോൾ ഇതിൽ ആദ്യം നാം കണ്ടത് അന്നമയ കോശത്തെക്കുറിച്ചിട്ടാണ്. ആ അന്നമയ കോശത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാ നോക്കൂ. രസവും രക്തം, പിന്നെ തൊലി, ഇതെല്ലാം പൊതിഞ്ഞ മാംസം, മേധസ്, അതിനുള്ളിൽ അസ്ഥി, പിന്നെ മജ്ജ, ഇതൊക്കെ ചേർന്ന് 7 ധാതുക്കൾ മായാവടിവിൽ നമ്മുടെ ശരീരമായി ചേർന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ അന്നമയ കോശത്തിലെ നമ്മൾ കണ്ടത്. നോക്കൂ. അച്ഛനമ്മമാർ കഴിച്ച അന്നത്തിൻ്റെ പരിണാമഫലമായും കരചരണാദ്യവയവങ്ങളുടെ കൂടിയും പിന്നെ രസരക്ത മാംസമേധാസ്തി മജ്ജ ശുക്ലാദി സപ്ത ധാതുക്കളും വാതപിത്ത കഫ പിന്നെ സകലിതമായി കഴിയുന്ന സ്ഥൂല ശരീരമാണ് അന്നമയ കോശം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അച്ഛനും അമ്മയും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അന്നമയ കോശം രൂപപ്പെടുന്നത്. അപ്പോൾ ആഹാരവുമായി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരം. അച്ഛനമ്മമാർ കഴിക്കുന്ന ആഹാരം സാത്വികമായിരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ആ സാത്വികമായ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഈ അന്നമയ കോശം ഒരു കുഞ്ഞിൻ്റെ ജീവനിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ജനിതകമായ ചില വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് അന്നമയ കോശത്തിൻ്റെ തകരാറ് കൊണ്ടാണ്. അതായത് അച്ഛനമ്മമാർ കഴിക്കുന്ന ഭക്ഷണം വളരെ വിശുദ്ധമായിരിക്കണം, സാത്വികമായിരിക്കണം, അതേപോലെ എല്ലാം തികഞ്ഞ ആഹാരമായിരിക്കണം. ആ ആഹാരത്തിൽ നിന്നാണ് കുഞ്ഞിൻ്റെ അന്നമയ കോശം രൂപപ്പെടുന്നത്. ഇനി സൂക്ഷ്മദേഹത്തെ പറ്റി പറയുകയാണ്. നോക്കൂ. അത് ഇതിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ആരാണ് അറിയുന്നത്? ഈ ശരീരത്തിനെ ക്ഷേത്രമാക്കി അതിലങ്ങ് ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്ന തത്വവും ആരാണ് അറിയുക? ശരീരത്തിലടങ്ങിയ 68 തത്വങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ശരീരം അതിൻ്റെ മൂലാധാരത്തിൽ ശക്തിയും ശിവനും കുടികൊള്ളുന്നതായി കാണുന്നു. അപ്പോൾ ഇവിടെ 68 തത്വങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതാ നോക്കൂ. ആ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ടത് ഈശ്വരൻ ചമച്ച ഉടലിൽ പിരിച്ച് സൂക്ഷ്മമായിട്ടുള്ളൊരു അംശത്തെ ഞാൻ പറയാം. അത് ശബ്ദം, സ്പർശം, രൂപം, രസം,
ഗന്ധം, ബുദ്ധി, പിന്നെ മനസ്സ്, അഹങ്കാരം, ചിത്തം, ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മ ശരീരം രൂപപ്പെടുന്നു. പിന്നെ നോക്കൂ, തന്മാത്ര 8 5 ഇന്ദ്രിയങ്ങളായിത്തീരും, മറ്റുള്ള 3 കരണങ്ങളുമായിത്തീരും. ഒട്ടിയങ്ങവയിൽ നിൽക്കും ബന്ധമേ ബോധമാവും, കെട്ടിപ്പിന്നഴിച്ചിടും ഈശ്വരൻ ഇത് കാണൂ. അപ്പോൾ നിത്യവും കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ, ജനന മരണങ്ങൾ. ആ കെട്ട് എങ്ങനെയാണ് നോക്കൂ, മാനസാഹങ്കാരം 8 സൂക്ഷ്മങ്ങൾ, പിന്നെ തന്മാത്ര 8 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ കണ്ടാണ്. പിന്നെ 3 മനസ്സ്, അഹങ്കാരം, ബുദ്ധി തുടങ്ങിയ 3 കരണങ്ങൾ. ഇവയെല്ലാം ഒട്ടി നിൽക്കുന്നു. അതിൽ നിൽക്കും ബന്ധമേ ബോധമാവും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ബോധം കുടികൊള്ളുന്നത്. അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞനാണ് ബോധം. പിന്നെ ഇത് കെട്ടുകയും പിന്നെ അഴിക്കുകയും ചെയ്യുന്നത് ഈശ്വരൻ ഇത് കാണും. അപ്പോൾ ഈശ്വരൻ അതിനെ കെട്ടുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുനരഭിജനനം, പുനരഭിമരണം. ഇതാണ് സാധാരണ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ. അപ്പോൾ ഉടലിൻ്റെ പഞ്ചഭേദത്തെ വളരെ വിശദമായിട്ട് ഇവിടെ തിരുമൂലദേവൻ പറയണം. നോക്കൂ, 68 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ 5, കർമ്മേന്ദ്രിയ വിഷയങ്ങൾ 5, മനസ്സ്, പ്രാണൻ, ഉപപ്രാണന്മാർ, പിന്നെ ഭൂതങ്ങൾ, ആധാരങ്ങൾ, ധാതുക്കൾ, കരണങ്ങൾ, പിന്നെ നാഡികൾ, ഇങ്ങനെ ചേർന്ന് 68 വസ്തുക്കൾ കൊണ്ട് ആണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ചിലർ 96 തത്വങ്ങൾ എന്ന് പിന്നീട് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. നോക്കൂ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞുള്ളതാണ്. ചെവി, തൊലി, നാക്ക്, മൂക്ക്, കണ്ണ്. ഇതിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. നോക്കൂ, കയ്യ്, കാല്, ത്വക്ക്, ഗുദം, ഉപസ്ഥം. പിന്നെ പഞ്ചപ്രാണന്മാർ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. പഞ്ചഭൂതങ്ങൾ. പൃഥ്വി, അപ്പ്, ആകാശം, പിന്നെ തേജസ്, വായു. പിന്നെ പഞ്ചജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ. രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം. പിന്നെ പഞ്ചവായുക്കൾ, പ്രാണങ്ങൾ, 5 ചേർന്ന ശരീരത്തിലെ ഉപപ്രാണാദി വായുക്കൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷഡാധാരങ്ങളുണ്ട്. പിന്നെ പഞ്ചകർമ്മേന്ദ്രിയ വിഷയങ്ങൾ. വചനം, ദാനം, ഗമനം, വിസർഗം, ആനന്ദം. പിന്നെ പഞ്ചകോശങ്ങൾ. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, പിന്നെ വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. പിന്നെ സപ്തധാതുക്കൾ. രസം, പിന്നെ രക്തം, മാംസം, മേധസ്, അസ്ഥി, ശുക്ലം, മജ്ജ. പിന്നെ അഷ്ടകരണങ്ങൾ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, സങ്കല്പം, നിശ്ചയം, അവധാരണം, അഭിമാനം. പിന്നെ കഷ്ടങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംഭം, അസൂയ. പിന്നെ നാഡീത്രയത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. ഇട, പിംഗള, സുഷുമ്ന. പിന്നെ മണ്ഡലത്രയം. അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം. പിന്നെ ത്രിദോഷങ്ങൾ. വാതം, പിത്തം, കഫം. പിന്നെ ഏഷണാത്രയം. പുത്രേഷണ, വിത്തേഷണ, പിന്നെ ധാരേഷണ. പിന്നെ ഗുണത്രയം. സത്വ, രജ, തമോ ഗുണങ്ങൾ. പിന്നെ
അവസ്ഥാത്രയങ്ങൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. പിന്നെ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹാദേവൻ. പിന്നെ അതുപോലെ താപത്രയം ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം. പിന്നെ ദേഹത്രയം സ്ഥൂലം, സൂക്ഷ്മം, കാരണശരീരം എന്ന 3 അപ്പോൾ സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങൾ, അതായത് ഈശൻ, സൂത്രൻ, വിരാട് ഇവയെ സംബന്ധിച്ചത്. ഇങ്ങനെയാണ് 96 തത്വങ്ങളായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഈ 96 തത്വങ്ങളെയും ഇവിടെ തിരുമൂലദേവൻ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ ശിവൻ്റെ തിരുവടി മഹിമയെ ആർക്കാണ് അറിയാൻ പറ്റുക? ഇതിനെ അഴിക്കുകയും കെട്ടുകയും എല്ലാം ചെയ്യുന്ന ആ ശിവഭഗവാന്റെ മഹിമയെ ആരാണ് അറിയുന്നത് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അതൊന്നുകൂടി. തന്മാത്ര 8 5 ഇന്ദ്രിയങ്ങളായിത്തീരും, മറ്റുള്ള 3 കരണങ്ങളായിത്തീരും. ഒട്ട് അവയിൽ നിൽക്കും ബന്ധമേ ബോധമാവും, കെട്ടി പിന്നഴിച്ചിടും ഈശ്വരന് ഇത് കാണോ. ഈശ്വരൻ ഇങ്ങനെ ചെയ്യുന്ന ആ കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയ. അപ്പോൾ ഈ തത്വങ്ങൾ കൊണ്ടാണ്, ഈ 96 തത്വങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ ഉടലിനെ വാർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര അത്ഭുതകരമായൊരു വിശദീകരണമാണ് ഇവിടെ തിരുമൂലദേവനും നമ്മുടെ ഭാരതീയ ദർശനങ്ങളും നൽകുന്നത് എന്ന് നോക്കൂ. ശരീരത്തിലെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചിട്ടും ആ ഘടകങ്ങൾ ഏതേത് ദാർശനിക തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഇവിടെ തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. നോക്കൂ അടുത്തതുകൂടി. ആരറിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഈശൻ്റെ മഹാത്മ്യത്തെ, ആരുണ്ടിങ്ങിവൻ നിലനിൽക്കുന്നത് അറിഞ്ഞിടാൻ, ആരുണ്ട് ഇങ്ങ് അറിഞ്ഞിടാൻ 68 ഉപാധി, ആരുണ്ടങ്ങ് അറിഞ്ഞിടാ നീ ശിവാലയത്തിനെ. ഈ ശിവാലയത്തിനെ ആരാണ് അറിയുക? അതായത് ശിവൻ്റെ ആലയമായ ഈ ശരീരത്തെ ആർക്കാണ് അറിയാൻ കഴിയുക? നമുക്ക് ഈ ശരീരത്തെ മുഴുവനുമായും മനസ്സിലാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം വളരെ വളരെ പുരോഗമിച്ചിട്ടും നമുക്ക് മനസ്സിലാകാത്ത ഒട്ടനവധി അത്ഭുത സത്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരഘടനയിൽ നമുക്ക് കാണാവുന്നതാണ്. ആരറിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ മഹാത്മ്യത്തെ ആർക്കറിയാൻ കഴിയും? ഈശ്വരൻ, ഇത് പടച്ചുണ്ടാക്കിയ ഈശ്വരൻ്റെ മഹാത്മ്യത്തെ. ആരുണ്ട് ഇങ്ങ് ഇവൻ നിലനിൽക്കുന്നത് അറിഞ്ഞിടാൻ. ആരാണ് ശിവനെ പറ്റി, ഈശ്വരനെ പറ്റി അറിഞ്ഞിട്ടുള്ളത്? ആരുണ്ടെങ്കിൽ അറിഞ്ഞിടാൻ 68 ഉപാധികൾ. ആരാണ് ഈ 68 ഉപാധികളെ കുറിച്ച് അറിയുന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ചില ഗ്രന്ഥങ്ങളിൽ 68 എന്ന് പറയുന്നു, ചില ഗ്രന്ഥങ്ങളിൽ 96 എന്ന് പറയുന്നു. അപ്പോൾ നാം മുൻ കണ്ട ഈ തത്വങ്ങളെക്കുറിച്ചെല്ലാം ആർക്കാണ് അറിയാൻ കഴിയുന്നത്? ഈ തത്വങ്ങൾ നിറഞ്ഞ ശിവൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ശരീരത്തെ നാം ഇവിടെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. കാരണം എന്താ? ശിവൻ്റെ ആലയമാണ്. ഇതാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത. ശൈവ സിദ്ധാന്തത്തിൽ ശരീരത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ശരീരത്തിന് വളരെ പ്രാധാന്യം ശൈവ സിദ്ധാന്തത്തിൽ കാണാം. എന്താ കാരണം? ശിവൻ്റെ ആലയമാണ്, ശിവൻ്റെ ക്ഷേത്രമാണ്. അതിലെ ക്ഷേത്രജ്ഞനാണ് ശിവൻ. ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ ശിവൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തെ വളരെയേറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ശൈവ സിദ്ധാന്തത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഉടലിൻ പഞ്ചഭേദത്തിലെ ആദ്യ ഭാഗങ്ങൾ. ഇനി അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.